എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി ആണെങ്കിൽ ഹൈ ഓപ്പണിംഗ് ആയിരുന്നു, പക്ഷേങ്കിൽ അത് അവിടെ നിന്നില്ല, കണ്ടിന്യൂസ് പിന്നെ ഇറക്കമായിരുന്നു. പിന്നെ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്ന് ഏകദേശം ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയും സെയിം അതുപോലെ തന്നെ. ബാങ്ക് നിഫ്റ്റിയിലും വന്നിട്ട് ഗ്രാഫ് കാണുമ്പോൾ ഓപ്പൺ ഹൈ ആയിരുന്നു, അതിനുശേഷം ഇറങ്ങി പിന്നെ വീണ്ടും ആ ഹൈയുടെ മുകളിൽ പോയി ഒരു പ്രാവശ്യം ട്രേഡായെങ്കിലും പക്ഷേ കണ്ടിന്യൂസ് പിന്നെ ഇറക്കമായിരുന്നു. ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ് 16.6 ആയിട്ടുണ്ട്. അത് പറഞ്ഞപ്പം നല്ല ഹൈ ആണ്. അപ്പം ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇലക്ഷൻ്റെ ഒക്കെ ഒരു ഇത് ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ ഹൈ വോളറ്റിലിറ്റി ആയിരിക്കും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബൈയിങ്ങിലും സെല്ലിങ്ങിലും ഹെവി മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് എല്ലാം അടിച്ചു. നമ്മൾ കൃത്യമായിട്ട് അത് നോക്കി ചെയ്തില്ല എങ്കിൽ നമുക്ക് ബൈയിങ്ങിലും സെല്ലിങ്ങിലും ലോസ് വരും. അപ്പോൾ ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും പോകുന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ കറക്റ്റ് എൻട്രി ആയിരിക്കണം. സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. അത് നോർമൽ ആ മൂവ്മെൻറ്റ് വരും. നമ്മളിപ്പോൾ CBR സ്ട്രാറ്റജി വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ഹൈയുടെ മുകളിൽ കൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അത് നമുക്ക് നല്ല ചാൻസ് വരുന്ന ഷെയർസിൽ മാത്രമേ നമ്മളങ്ങനെ ചെയ്യാവൂ. അപ്പം നമുക്ക് നാളത്തേന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളെ നമ്മൾ അധികം ഷെയറൊന്നും എടുത്തിട്ടില്ല, 12 ഷെയറാണ് എടുത്തേക്കുന്നത്. അതിൽ ഈ ബിർള കോർപ്പറേഷൻ എന്ന് പറയുന്ന ഷെയർ ആവറേജിന് ഒത്തിരി താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബിർള കോർപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതെന്ന് പറയുന്നത് ഗ്രാഫിൽ കാണിച്ചു തരാം. ബിർള കോർപ്പറേഷൻ ഇന്നത്തെ ഓപ്പണിംഗ് ഹൈ എന്ന് കണ്ടിന്യൂസ് താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ ഇത് ചിലപ്പോൾ ഈ റേഞ്ച് ഈ 1605 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ റേഞ്ചിലോട്ട് വരും. ഈ റേഞ്ചിൽ വന്ന് ഓപ്പണിങ് കിട്ടിയിട്ട് തിരിച്ച് ഈ 20 MA കട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും വീണ്ടും താഴോട്ട് പോകാൻ. അതല്ല ഡൗൺ ട്രെൻഡിൽ ഓപ്പൺ ആകുന്നെങ്കിൽ അത് കയറി വന്ന് ഈ റേഞ്ച് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈ 1600 റേഞ്ചിൽ ഇപ്പം ഇത് ക്ലോസിങ് വന്ന് 1544 കാണിക്കുന്നത്. ഓപ്പണിങ് ചിലപ്പോൾ 1520 ഒക്കെ ആണെന്ന് വെച്ചു. ഇപ്പം അതിനതിലെ ഇത് കണ്ടില്ലേ, TC താഴെയാണ്. അപ്പോൾ 1540 ചിലപ്പോൾ S1 വരെ വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഒരു 1520 റേഞ്ചിലൊക്കെ വന്നിട്ടാണ് ഇത് തിരിച്ച് കയറുന്നതെങ്കിൽ നമുക്ക് ഈ 1605 റേഞ്ചിലോട്ട് ഇത്രയും വന്നില്ലെങ്കിലും 1590 ആ റേഞ്ചിലോട്ടൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡൗണിലാണ് ഓപ്പണെങ്കിൽ മാത്രമേ അതിൽ ബൈ എൻട്രി എടുക്കാവൂ. ഹൈ ഓപ്പണിങ് വന്നാൽ ഒരിക്കലും എടുക്കരുത്. അതുപോലെ ഈ അരവിന്ദ് എന്ന് പറയുന്ന ഈ ഷെയർ, ഇതിൻ്റെ ഗ്രാഫ് കണ്ട റിസൾട്ട് വന്നു ഒരൊറ്റ പോക്കാ താഴോട്ട്. ഞാനത് കാണിച്ചു തരാം. റിസൾട്ട് വന്ന് ഒറ്റ ക്യാൻഡിലിൽ അടിച്ച 330 റേഞ്ചിൽ നിന്ന് 296 വരെ വന്നു. പക്ഷേ തിരിച്ചത് ഷോർട്ട് കവറിങ് കയറി വന്നു. അപ്പോൾ നാളെ ഈ ഷെയർ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട്, അതായത് 340, ഒന്നുകിൽ ഈ റേഞ്ചോ 349 വന്നിറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അതിനകത്ത് ഗുണമുള്ള റിസൾട്ടല്ല, വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടല്ല, നോർമൽ റിസൾട്ട്. അതുപോലെ ഈ CDSL എന്ന് പറയുന്ന ഷെയർ അതിൻ്റെ ഹൈ 2199.90. അതുപോലെ R1 വന്നിട്ട് അതും ഏകദേശം അടുത്താണ്, 2-3 രൂപയുടെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് ഓപ്പണിങ്ങിൽ ഈ റേഞ്ചിൽ കിട്ടി ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. DCM ശ്രീരാം ഇതൊക്കെ നല്ല മൂവ്മെൻ്റ് ഉള്ള ഷെയർ. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് R1 റേഞ്ച് എന്നൊരു 1050 പോയിട്ട് 1040 കെട്ടിയാണ് എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല ഈ പ്രീവിയസ് ഡേ ഹൈ ഈ റേഞ്ചിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്ത് മാറണം. കാർബറണ്ടം യൂണിവേഴ്സൽ അതിന്ന് വീക്ക് ഹൈ. ഓക്കെ,
കാർബറിൻ്റെ യൂണിവേഴ്സൽ അപ്പോൾ ശ്രദ്ധിക്കുക. അത് വന്നിട്ട് നാളെ 52 വീക്ക് ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഇപ്പോൾ 1555 കണ്ടത്. അപ്പോൾ അത് അടിച്ചിട്ട് ഈ 1545 താഴെ പോകണമെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതൽ. അതുപോലെ അസാഹി ഇന്ത്യ ഈ പ്രീവിയസ് ഡേ ഹൈ അല്ലെങ്കിൽ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതൽ. EPL എന്ന് പറയുന്ന ഷെയർ 200 റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. നല്ല വോളിയമുള്ള ഷെയറാണ്. റെയിൻബോയും വന്നിട്ട് ഈ ഹൈയും R1 റേഞ്ചും ഏകദേശം അടുത്തടുത്ത്. അപ്പോൾ ഇത് രണ്ടും അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അല്ലെങ്കിൽ അതിനകത്ത് അധികം ട്രേഡ് എടുക്കാതിരിക്കുന്നത് നല്ലത്. കാർ ട്രേഡ് എന്ന് പറയുന്ന ഈ ഷെയർ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 52 വീക്ക് ഹൈ എനിക്ക് തോന്നുന്നു 899 സംതിങ്. അപ്പോൾ ആ റേഞ്ച് വരാൻ ചാൻസ് കൂടുതലായത്. അപ്പോൾ ഇത് കഴിവതും നമ്മൾ ഈ ലെവലുകൾ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുത്താൽ ചെറിയ പ്രോഫിറ്റ് വെളി വരിക, കൂടുതലായിട്ട് പ്രോഫിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അതുപോലെ ഈ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഈ 2 ഷെയറിൻ്റെ റിസൾട്ട് നല്ലതാണ്. അപ്പോൾ ലെവൽ ഒന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ എങ്കിൽ വെയിറ്റ് ചെയ്ത് ഒത്തിരി നേരം ഇരിക്കരുത്. കിട്ടുന്ന പ്രോഫിറ്റ് 10 രൂപ 15 രൂപ ആ റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ അന്നേരം ബുക്ക് ചെയ്ത് മാറുക. പിന്നെ 20% ഹൈ അടിച്ചേക്കുന്ന 2 ഷെയറുകളുണ്ട്. ഈ ഷെയറിനകത്ത് ഈ 2 ഷെയറിനകത്ത് R2 റേഞ്ചിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് R2 195 ആണ്. അത് നോക്കുക. അതല്ല ഈ ലെവലിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ചെറിയ ചാൻസ് എടുത്താൽ മതി. MHL മഹാലക്ഷ്മി എന്നുള്ള ഈ ഷെയർ 258 260 റേഞ്ചിലൊക്കെ പോയിട്ട് ഇവിടെ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസോട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. 250 ആണെങ്കിലും സെല്ല് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അന്നേരം വരുന്ന ഹൈ ഇപ്പം 256 57 ഹൈ അടിച്ചിട്ടാണ് ഈ റേഞ്ചിലോട്ട് വരുന്നതെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഇട്ട് എടുത്താൽ മതി. ഇപ്പോൾ 252 53 അടിച്ചിട്ടാണ് 250 കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ ക്വാണ്ടിറ്റി ചെയ്ത് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. 12 ഷെയറേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നല്ല ചാൻസ് വരാൻ സാധ്യതയുള്ള ഷെയർ ബിർള കോർപ്പറേഷൻ, അരവിന്ദ്, പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഈ CDSL നല്ല ചാൻസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം ചാൻസ് നമ്മൾ വരുമ്പോൾ മാത്രമേ എടുക്കുക. നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ മാത്രമേ സെല്ല് ചെയ്യാവൂ. ഇടയ്ക്കെങ്കിലും പോയി സെല്ല് ചെയ്യരുത്. പിന്നെ ഇപ്പം പ്രീവിയസ് ഡേ ഹൈ വരുന്നില്ല എങ്കിൽ ഈ ആവറേജ് ട്രേഡ് പ്രൈസിന് താഴെ ഇറങ്ങുന്നത് നോക്കുക. അങ്ങനെ വരുന്ന ഷെയർസിനകത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർ 15 ഷെയർ എടുത്തിരുന്നു. അതിനകത്ത് ഒരു 8-9 ഷെയറിനകത്ത് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. RBL എന്ന് പറയുന്ന ഷെയർ RBL ഇതുണ്ടല്ലേ, R1 മുകളിൽ ഓപ്പണായി പിന്നെ കണ്ടിന്യൂസ് ഇറക്കുക. ഈ 1079 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 80 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ആ റേഞ്ചിൽ തന്നെ കിടന്ന് ആവറേജ് വരും, തിരിച്ചിറങ്ങി വരും. അങ്ങനത്തെ നല്ല എൻട്രി അതിനകത്ത് കിട്ടുന്നത്. അതുപോലെ പെനിൻലാൻഡ് എന്ന് പറയുന്ന ഈ ഷെയർ പെനിൻസുല ലാൻഡ്, അതും നല്ല ചാൻസ് ആയിരുന്നു. ഇത് R1 മുകളിൽ ഓപ്പണായി താഴോട്ടിറങ്ങി. R1 6170 എൻട്രി എടുത്താൽ 56 വരെ. ഇത്രയും ചെറിയ ഷെയറിനകത്ത് നല്ല ഹെവി പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ആരോ ഗ്രീൻ എന്ന് പറയുന്ന ഷെയർ ആരോ ഗ്രീനും ഡൗൺ ഓപ്പണിംഗ് ഒന്ന് നേരെ കയറി അങ്ങ് പോയി R1 മുകളിൽ പോയി 1 സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ട്. അതിനുശേഷം R1 കട്ട് ചെയ്ത് താഴെ ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ 584 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 546 വരെ 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്നുണ്ട്. അതായത് 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ റെയിൻബോ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിംഗ് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. 1 സൈഡ് ഇത് കണ്ടില്ലേ, 1 സൈഡ് മൂവ്മെൻറ്റാണ്. ഈ ഹെവി മൂവ്മെൻറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഞാൻ കറക്റ്റ് ഈ റേഞ്ചിൽ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. 1637 ആ റേഞ്ചിലാണ് എൻട്രി എടുത്തത്. ഇത് 38 എൻ്റെ R4. അവിടുന്ന് ഇറങ്ങി R4 637 36 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 1593 40 രൂപ. അതിനുശേഷം കണ്ടില്ലേ 1553. അതിപ്പോൾ ഏകദേശം 80 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്.
അതുപോലെ ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്ന ഷെയർ, ബജാജ് കൺസ്യൂമർ ഇവിടെ ആൾക്കാരായിട്ട് പറ്റിക്കുന്നുണ്ട് കുറേ നേരം. ഇവിടെ നമ്മുടെ എൻട്രി ഇവിടെ വരും. ഹൈ അടിച്ചു, 6 മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മൾ ഈ റേഞ്ചിൽ എൻട്രി എടുത്താൽ 260 എൻട്രി എടുത്താൽ 258 വരും. വീണ്ടും തിരിച്ച് കയറി വന്ന് 6 മുകളിൽ പോകുന്നുണ്ട്. പക്ഷേ ലാസ്റ്റിൽ 254 വരെ തന്നിട്ടുണ്ട്. പക്ഷെ ഹൈ അടിക്കാഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകത്തില്ല. നമുക്ക് കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം റഷ്യൽ ഡെക്കോർ എന്ന് പറയുന്നത് 6 മുകളിൽ ഓപ്പണായി ഇറങ്ങി ഇപ്പം 341 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 332 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതുപോലെ കാബ്ര എന്ന് പറയുന്നത് ഇത് നല്ല പ്രോഫിറ്റാണ്. ഓപ്പണിങ്ങിൽ ഇതുണ്ടല്ല, ഹൈ R1 R2 മുകളിൽ ട്രേഡായി ഇറങ്ങി. അപ്പോൾ 442 43 വരെ എൻട്രി എടുത്താൽ നമുക്ക് 406 വരെ ഏകദേശം 36-37 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ട്രേഡിങ്ങിൽ. പലർക്കും നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് പോയി എൻട്രി ചെയ്യുന്നവർക്കാണ് ഈ പണി വരുന്നത്. ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് എൻട്രി വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ എൻട്രി വന്നു. ഇത് പിന്നെ വൺ സൈഡ് മൂവാണ്ട് ഓക്കെ, കുഴപ്പമില്ല. നമ്മളിവിടെ പോയി ഒരിക്കലും എൻട്രി ചെയ്യരുത്. ഇവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ച് കയറി വന്ന് ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിൽ ഒരു ആവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ. അല്ലെങ്കിൽ അങ്ങനെ വിട്ടേക്കണം. നമ്മൾ എൻട്രി എടുക്കേണ്ടത് കറക്റ്റ് ഇവിടെയാണ്. ഇപ്പം ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്ന ഷെയർ ആണെങ്കിലും ഇത് ആദ്യം ഇതിൻ്റെ മുകളിൽ 6 മുകളിൽ പോയിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്കിവിടെ ഒരു എൻട്രി എടുത്താൽ നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ 52 വീക്ക് ഹൈ 62 സംതിങ്. അപ്പം അതിനടുത്ത് ട്രേഡ് ആകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് മുകളിൽ ഒരു പ്രാവശ്യം ട്രേഡ് ആകാൻ ചാൻസ്. അങ്ങനെയാണ് ഇതിവിടെ ട്രേഡ് ആയിട്ടുള്ളത്. ഇതിന് ഞാൻ തന്നെ ഗ്രൂപ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഹൈ അടിച്ചിട്ടില്ല. 63യുടെ നമ്മളൊരു 61 എൻട്രി എടുത്ത 63 2 രൂപയുടെ ഒരു പിന്നെ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ നമുക്ക്. പിന്നെ അതിനകത്ത് നിന്ന് ഏകദേശം 6-7 രൂപ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. നമ്മൾ നോക്കിയിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.